ആശ്വസിക്കാൻ താൽക്കാലികമായി എങ്കിലും വകയുള്ള വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ് വെടിനിർത്തൽ. രണ്ട് രാജ്യങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ 40 ദിവസം നീണ്ട പോരാട്ടത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്നത് താൽക്കാലികമായി എത്തിച്ചേർന്ന ഒരു വെടിനിർത്തൽ കരാർ മാത്രമാണ്. പക്ഷെ ഇനിയാണ് യഥാർത്ഥ നയതന്ത്ര ചർച്ചകൾ ഉണ്ടാവേണ്ടത്. അത് ഇസ്ലാമാബാദിലേക്ക് എല്ലാ കണ്ണുകളും നീങ്ങുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് തുറന്ന ചർച്ചകൾ എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. അമേരിക്കയും ഇറാനും നേരിട്ട് ചർച്ച ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ചർച്ചകളൊന്നും തന്നെ അത് നേരിട്ടായിരുന്നില്ല. ഒമാന്റെ മധ്യസ്ഥതയിൽ, മറ്റു ചില രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരുന്നു. സ്റ്റീവ് വിറ്റ്കോഫും ജാറദ് കുഷ്ണറുമായിരുന്നു അമേരിക്കയെ പ്രതിനിധീകരിച്ച് ആണവ ചർച്ചകൾ പങ്കെടുത്തത്. പക്ഷെ ഇപ്രാവശ്യം ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയ്ക്കായി വിടുന്ന പ്രതിനിധികളെ അതുപോലെ സ്വീകരിക്കാൻ ഒരുപക്ഷെ തയ്യാറാവില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പേരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇറാൻ ഒരുപക്ഷെ JD വാൻസുമായി സംസാരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഏത് രൂപത്തിലുള്ള ചർച്ചയാണ് ഉണ്ടാകുന്നത്, ഇറാനെ ആരാണ്, അബ്ബാസ് അറാക്ചി ആകുമോ, പാർലമെന്റ് സ്പീക്കർ ആകുമോ പ്രതിനിധീകരിക്കുന്നത് എന്നതിലും ആശയക്കുഴപ്പമുണ്ട്. എന്നിരുന്നാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചർച്ചകളെ നോക്കുന്നത്. ഇറാൻ 10 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അവരുടെ ചില പ്രതീക്ഷകളാണ്. അമേരിക്കയുടെ 15 ഇന നിർദ്ദേശങ്ങൾ പുറമേ ഉണ്ട്. ഇത് ഒരിക്കലും കൺവേർജ് ചെയ്യുന്ന പോയിന്റുകളല്ല. പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ കൺവേർജ് ചെയ്യുന്ന പോയിന്റുകളല്ല. പക്ഷേ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയുണ്ടായതും വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നതും. അത് ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്ത. അക്കാര്യത്തിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഹോർമൂസ്. യുദ്ധത്തിന് മുൻപ് ഹോർമൂസ് കടലിടുക്ക് ആരും ബലം പ്രയോഗിച്ചോ അല്ലാതെയോ അടച്ചിട്ടില്ലായിരുന്നു. ഒരു ചുങ്കം പിരിവും നടത്തിയിട്ടില്ലായിരുന്നു. ഇറാൻ ആ മേഖലയിൽ സ്വാധീനമുണ്ട് എങ്കിലും അതിലെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് മേൽ ഇറാൻ ഒരു രീതിയിലുള്ള നിയന്ത്രണവും അല്ലെങ്കിൽ ചുങ്കം പിരിവും ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ യുദ്ധം കടുക്കുന്ന അവസരത്തിലാണ് ചില ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ കപ്പലുകൾ, ഇറാൻ അതിർത്തിയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നിർബന്ധിതമായ ചുങ്കം പിരിവ് അത് നിയമവിധേയമാക്കി ഇറാൻ പാർലമെന്റ് പ്രമേയവും പാസാക്കി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകുന്നു. ഹോർമൂസിലൂടെ അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് സഞ്ചരിക്കാം എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസമാണ് ലോകരാജ്യങ്ങൾക്ക്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണ പുറം ലോകത്ത് എത്തിക്കാനും വിൽക്കാനും കഴിയുന്നു. അവശ്യ വസ്തുക്കൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ച് കുവൈത്തിലേക്കും UAE-യിലേക്കും ഒക്കെ മറ്റു രാജ്യങ്ങളിലേക്ക്, ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും എല്ലാം തന്നെ എത്താനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ നിറ്റി ഗ്രിറ്റീസ് നീഡ് ടു ബി വർക്ക്ഡ് ഔട്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആണവ നിരായുധീകരണമാണ്. ഇറാന്റെ പൂർണ്ണമായ ആണവ നിരായുധീകരണമാണ്. അതേക്കുറിച്ച് എന്താവും ചർച്ച നമുക്ക് വലിയ നിശ്ചയമില്ല. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനീവ ചർച്ചകളുടെ മധ്യയാണ് ഈ അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതി. ആ ചർച്ചകൾക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത്? അതേ ആണവ ചർച്ചകളാണോ പുനരാരംഭിക്കുക, അതോ പുതിയ അജണ്ടയിലുള്ള ചർച്ചകളാണ്? ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇറാന് നേരെയുള്ള ഉപരോധം അവസാനിപ്പിക്കുക. തീർച്ചയായും യുദ്ധം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ വലിയ ഉപരോധത്തിൽപ്പെട്ട് ഇറാൻ നട്ടം തിരിയുകയായിരുന്നു. ഇറാന്റെ എണ്ണ പൊതുവിപണിയിൽ വിൽക്കണമെങ്കിൽ ഇറാന് ഉപരോധങ്ങൾ മറികടക്കാൻ കഴിയണം. ഉപരോധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായാൽ തന്നെ ഇറാൻ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്നും ഒരുപക്ഷെ പിന്നോട്ട് പോകും. കാരണം ഉപരോധത്തിലൂടെ സംഭവിച്ച നഷ്ടം നികത്താൻ വൻതോതിൽ എണ്ണ ഉത്പാദനം നടത്താൻ സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം. ആ വെണ്ണ പൊതുവിപണിയിൽ, അന്താരാഷ്ട്ര വിപണികളിൽ വിൽക്കാൻ സാധിച്ചാൽ ഇപ്പോൾ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് ഏതാനും വർഷത്തിനുള്ളിൽ തന്നെ ഒരു റീകൺസ്ട്രക്ഷനിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇറാന് കഴിയും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ചുങ്കം പിരിവിൽ നിന്നും കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിവിൽ നിന്നും പിന്നോട്ട് പോകാനും ഇറാന് കഴിയും. കാരണം പണമെത്തും. ലോകത്തെ 3ാമത്തെ വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് ആ ഒരു പ്രപ്പോസൽ വളരെ പ്രധാനപ്പെട്ട. ഉപരോധം നീക്കുക എന്ന പ്രപ്പോസൽ ഇറാൻ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക അത് അംഗീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ നഷ്ടപരിഹാരം എന്ന ഒരു പ്രപ്പോസൽ അമേരിക്ക അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങൾ എണ്ണ വിറ്റ് പണം ഉണ്ടാക്കിക്കൊള്ളൂ, അതിൽ നിന്നും പണം എടുത്തുകൊണ്ട് പുനഃസൃഷ്ടി നടത്താം എന്നതാണ്. അതുപോലെ ഇറാന്റെ ആയുധങ്ങളെ കുറിച്ച് ചർച്ചകൾ കാര്യമായി നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ച സാധ്യമാവുമെങ്കിലും ആത്യന്തികമായ വിട്ടുവീഴ്ചകൾ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഒരു രാജ്യം ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത്. ആക്രമണത്തിന് വേണ്ടി മാത്രമല്ല, സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയും ഒരു ഡിറ്ററന്റ് എന്ന നിലയിലുമാണ്.
അക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റു പല ഇടങ്ങളിലുമായിട്ടുണ്ട്. ആ ആസ്തികൾ വിട്ടുകിട്ടണം. ആ ഒരു നിക്ഷേപം, പണം അത് വിട്ടുകിട്ടണമെന്നതാണ് ന്യായമായ കാര്യം തന്നെയാണ്. തീർച്ചയായും ഒരു യുദ്ധ വിരാമം എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഉരുണ്ടുകൂടിയൊരു വിഷയമാണ്. ഉപരോധവും ഇങ്ങനെ ഈ ആസ്തികൾ തടഞ്ഞു വെക്കലും എല്ലാം തന്നെ ഒരുപക്ഷെ പരിഹരിക്കാനാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത് വിട്ടുവീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ പ്രോക്സികളായി അറിയപ്പെടുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, പ്രത്യേകിച്ച് ഹിസ്ബുള്ള കൺട്രോൾ ചെയ്യുന്ന ലെബനന്റെ ചില പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഇസ്രായേൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. പക്ഷെ രണ്ടു പക്ഷത്തും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കേണ്ടി വരും. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സംയമനം പാലിക്കുകയും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പിടിച്ചെടുത്ത കാര്യങ്ങളും ഈവൻ ലെബനന്റെ ഏതാണ്ട് 10% തെക്കൻ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് തിരികെ നൽകാനും ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റവും എല്ലാം കൂടി അടങ്ങുന്ന ഒരു സമഗ്രമായ ഒരു പീസ് പ്രപ്പോസലാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അവിടെ രണ്ടു പക്ഷത്തും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഭരണമാറ്റം എന്ന ആത്യന്തികമായ അമേരിക്കൻ ലക്ഷ്യം, അത് ലക്ഷ്യമാണെന്ന് അമേരിക്ക പറയുന്നില്ല. പക്ഷെ ആത്യന്തികമായി ഇറാൻ വഴങ്ങണമെങ്കിൽ ഒരു പുതിയ ഭരണകൂടം ഉണ്ടാകണം. അയത്തുള്ളമാർക്ക് ശേഷമുള്ള ഒരു തരം ഭരണകൂടം ഉണ്ടാകണം. അത് അമേരിക്കൻ അനുകൂലമാകണം. ആ നിർദ്ദേശത്തോട് ഒരു രീതിയിലും ഇറാൻ പ്രതികരിക്കാനാവില്ല. അത് മാത്രമല്ല, നിലവിലുള്ള ഭരണകൂടം തുടരുകയാണ്. അയത്തുള്ള അലി ഖമേനി മരിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് മകൻ നേതൃത്വം നൽകുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് പ്രാധാന്യമുള്ള IRGC നിയന്ത്രിക്കുന്ന ഘടനകൾ, ആ ഘടനകൾ തുടരാൻ തന്നെയാണ് സാധ്യത. ആ ഘടനകളോട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ സന്ധി ചെയ്ത് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് ആ നിർദ്ദേശം, അപ്പം ആ ഒരു പുതിയ ഇറാൻ, അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇറാൻ എന്ന നിർദ്ദേശം ഒരു രീതിയിലും പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയില്ല. ഇറാൻ അഭംഗുരം തുടരാനുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ ഭരണമാറ്റം, റെഷീം ചേഞ്ച് എന്നതിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോകേണ്ടതുണ്ട്. അമേരിക്ക വേണമെങ്കിൽ പറയാം തങ്ങളത് പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ഉയരുന്ന ആത്യന്തികമായ ചോദ്യം, എന്തിനായിരുന്നു യുദ്ധം നടത്തിയത്? യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യങ്ങളിലേക്ക്, അത് മാത്രമല്ല ഈവൻ ഉപരോധം പ്രഖ്യാപിക്കുന്നതിനും മുൻപുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനായിരുന്നുവെങ്കിൽ ഈ ബലപ്രയോഗത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നല്ലോ എന്ന ഒരു ചിന്തയും വളരെ പ്രബലമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഫെബ്രുവരി മാസം 28 മുതൽ 40 ദിവസം നിരന്തരം ആക്രമണങ്ങൾ നടക്കുകയും ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമില്ല. എനിക്ക് തോന്നുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഈ രൂപത്തിൽ രൂപപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം സമ്മർദ്ദം, സംഘർഷം അനുഭവിച്ച ഒരു കാര്യവുമാണ്. ഇന്ത്യയുടെ 90 ലക്ഷത്തോളം, അതായത് 1 കോടിയോളം ആളുകൾ, പ്രവാസികൾ അവിടെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അതിൽ 35 ലക്ഷത്തോളം പേർ മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, അത് വഴിമാറി പോകുന്നു എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ആശ്വസിക്കാം. ഗൾഫ് രാജ്യങ്ങൾ പുനർവിചിന്തനം നടത്തിയേക്കാം. ഒരുപക്ഷെ അമേരിക്കൻ താവളങ്ങൾ ഇനി ഏത് രൂപത്തിലാണ്, അതാണ് ചർച്ചയിൽ വരാൻ പോകുന്ന മറ്റൊരു കാര്യം. അമേരിക്കൻ താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ, വിവിധ താവളങ്ങൾ, 19ഓളം താവളങ്ങൾ ചെറുതും വലുതുമായി ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഈ താവളങ്ങളുടെ ഒരുപക്ഷെ ചില ഉറപ്പുകൾ ഇറാന് കൊടുക്കേണ്ടതുണ്ട്. ആ താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാനെതിരെ നീങ്ങുന്നില്ല എന്ന് അമേരിക്ക ഉറപ്പ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ താവളങ്ങളോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളോ ആക്രമിക്കില്ല എന്ന അന്തിമമായ ഒരു ഉറപ്പ് ഇറാനും നൽകേണ്ടി വരും. പക്ഷെ ഏറ്റവും ഇറാമുഖിയായി നിൽക്കുന്ന വിഷയം ഒരുപക്ഷെ ഇസ്രായേൽ തന്നെയായിരിക്കാം. ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഇസ്രായേലിന്റെ ആവശ്യമാണ് ഇറാനെ മെരുക്കിയെടുക്കുക, ഇറാന്റെ പ്രഹരശേഷി കുറച്ചുകൊണ്ടുവരിക. അത് പൂർണ്ണമായി നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് ഇസ്രായേൽ തൽക്കാലം വഴങ്ങി, അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി ഒരുപക്ഷെ ഇസ്രായേൽ അതിന്റെ മറുപദ്ധതികളുമായി മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഒരു കോംപ്രഹെൻസീവ് പീസ് പ്രോസസ്സിൽ നിലവിൽ ഇസ്രായേലിന്റെ സാന്നിധ്യമില്ല. ഇപ്പോൾ അമേരിക്കയും ഇറാനും നേരിട്ടാണ് പാകിസ്ഥാനിൽ വെച്ച്, ഇസ്ലാമാബാദിൽ വെച്ച് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ അന്തിമമായ നിലപാട് എന്താവും? തൽക്കാലം അടങ്ങിയിരിക്കുന്ന ഇസ്രായേൽ നാളുകളിൽ ഒരുപക്ഷെ ഇറാനെതിരെ മറ്റെന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുമോ? ഇക്കാര്യത്തിലൊക്കെ ചില ഉറപ്പുകൾ ആവശ്യമായി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില നയതന്ത്രപരമായ സാധ്യതകളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പാകിസ്ഥാൻ ഇസ് നൗ ബിക്കമിങ് എ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട രാജ്യമായി മാറുകയാണ്. യാസിൻ മുനീർ നേതൃത്വം നൽകുന്ന സൈനിക സംവിധാനവും ഷഹബാസ് ഷെറീഫ് നേതൃത്വം നൽകുന്ന
രാഷ്ട്രീയ സംവിധാനവും എല്ലാം അമേരിക്ക പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏറെക്കാലമായി തുടരുന്ന ഇന്ത്യ അമേരിക്ക ഊഷ്മളമായ ബന്ധം ഒരു പുതിയ തലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ്, ട്രേഡ് വാർ എല്ലാം കഴിഞ്ഞ് ചെറിയ സംഘർഷപൂർണ്ണമായി നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനെ വളരെയധികം ആശ്രയിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, താൽക്കാലിക ലാഭത്തിനാണെങ്കിൽ പോലും പാകിസ്ഥാൻ മധ്യസ്ഥത സ്വീകരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നയതന്ത്ര ഭൂപടത്തിൽ ഒരു ഇടം കണ്ടെത്താൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ, ദക്ഷിണ ഏഷ്യൻ പ്രദേശത്ത് ഇന്ത്യയുടെ ഒരു അസ്തിത്വം, ഇന്ത്യയുടെ ഒരു നയതന്ത്ര രംഗത്തെ ഒരു മേൽക്കോയ്മ, ഇതെല്ലാം ഒരു വലിയ വെല്ലുവിളിയായി പറയുകയാണ്. ഇന്ത്യ ഒരുപക്ഷെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഗൾഫ് രാജ്യങ്ങളുമായും ഇറാനുമായും ഇസ്രായേലുമായും അമേരിക്കയുമായും എല്ലാം തന്നെ നല്ല ചങ്ങാത്തമുള്ള ഭാരതത്തിന് നിഷ്പക്ഷമായ ഒരു രാജ്യമെന്ന നിലയിൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാമായിരുന്നു. അതൊരു ഇന്ത്യയുടെ പോളിസി അല്ല, ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ ഇന്ത്യയുടെ പോളിസി അല്ല എങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. പക്ഷേ അമേരിക്ക തിരഞ്ഞെടുത്തത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയാണ്. ഇറാനും അത് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര രംഗത്ത് ഒരു വെല്ലുവിളി കൂടിയുണ്ട്. പക്ഷേ ഒരു യുദ്ധം വഴിമാറിപ്പോകുന്നു, അവസാനിക്കുന്നു. തീർച്ചയായും സമ്പദ് വ്യവസ്ഥകൾ നിലനിൽക്കപ്പെടും. ഇന്ത്യക്ക് വളരെയധികം സ്വാഗതം ചെയ്യാനേ പറ്റും. ഒരുപക്ഷെ പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമായി ഈ പ്രക്രിയയെ, പീസ് പ്രോസസ്സിനെ എതിർക്കാൻ ഇന്ത്യക്കാവില്ല. അതുകൊണ്ട് സമ്മിശ്രമായ വികാരങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന് പുറത്തേക്ക് ആ മേഖലയിലേക്കാകെ, വെസ്റ്റ് ഏഷ്യൻ മേഖലയിലേക്കും ഏതാണ്ട് സെൻട്രൽ ഏഷ്യൻ പ്രദേശത്തേക്കും ഗൾഫ് മേഖലയിലേക്കും എല്ലാം നീങ്ങിക്കൊണ്ടിരുന്ന യുദ്ധം ഒരുപക്ഷെ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കഴിയുമ്പോൾ അത് പൂർവാധികം ശക്തമായി, അതായത് മുൻകാലത്തെ സമാധാനത്തിലേക്ക് ലോകം തിരിച്ചു വരും എന്ന പ്രത്യാശയാണ് ചില കേന്ദ്രങ്ങളിൽ വരുന്നത്. പക്ഷേ മറ്റു കേന്ദ്രങ്ങളിൽ ഇത് താൽക്കാലികമാണ്, അമേരിക്ക റീഗ്രൂപ്പ് ചെയ്യുകയാണ്, ഇസ്രായേൽ റീഗ്രൂപ്പ് ചെയ്യുകയാണ് എന്ന ചിന്തയും 12 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം എന്ത് എന്നതും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് നിരന്തരമായ കൂടിയാലോചനകളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ചൈനയും റഷ്യയും ഇതിലേക്ക് എത്തിച്ചു നിർത്തുന്നതിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ബഹ്റൈൻ കൊണ്ടുവന്ന പ്രമേയം വീറ്റോ ചെയ്യുന്നതിലൂടെ ശക്തമായ ഒരു മെസ്സേജ് അമേരിക്കയ്ക്ക് നൽകിയ റഷ്യയും ചൈനയുടെയും കൂടെ സാന്നിധ്യമാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നുകൂടി കരുതാം. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ട്രംപിന്റെ വാക്കുകൾ എപ്പോഴും ദ എൻഡ് വേർഡ്, ദ ലാസ്റ്റ് വേർഡ് ഇസ് മൈൻ. ആദ്യ വാക്കും അവസാന വാക്കും തന്റേത് തന്നെ ആയിരിക്കണം, അത് നന്മയ്ക്കാണെങ്കിലും തിന്മയ്ക്കാണെങ്കിലും എന്നത് ഇപ്പോൾ വീണ്ടും പ്രാവർത്തിക്കാൻ വന്നിരിക്കുന്നു. ഈ യുദ്ധവിരാമം അനൗൺസ് ചെയ്ത ട്രംപാണ്. അപ്പൊ ആദ്യം ലോകത്തെ അറിയിച്ചതും ട്രംപാണ്. അതിനോട് ഇറാൻ അനുകൂലമായി പ്രതികരിച്ചത് കൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും യുദ്ധവിരാമം സാധ്യമാകുന്നത് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.